തേക്കിങ്ങാട് മൈതാനിയിലെ വേദി നമ്പർ 3 നീലക്കുറിഞ്ഞി എന്ന് പേരിട്ടിരിക്കുന്ന വേദിയിലാണ് ഇപ്പോൾ മലപ്പുലയാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. നിറഞ്ഞു കവിഞ്ഞ സദസ്സാണ്. ആ താളം കേൾക്കുമ്പോൾ തന്നെ നമ്മളെ ആ വേദിയിലേക്ക് ആകർഷിക്കും. വേദിക്കകത്ത് കയറി മലപ്പുലയാട്ടം നമുക്ക് നേരിട്ട് കാണാം. ഉത്സവവേളകളിൽ ദേവതാപ്രീതിക്കായി ഇടുക്കിയിലെ മലപ്പുലയ വിഭാഗമാണ് മലപ്പുലയാട്ടം ആടുന്നത്. പുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ച് നൃത്തം ചെയ്യും. കഴിഞ്ഞ വർഷമാണ് കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത്. സ്ത്രീകളും പുരുഷന്മാരും ഒരേ രീതിയിൽ വസ്ത്രം ധരിക്കും. താളം മുറുകുമ്പോൾ നൃത്തത്തിന്റെ വേഗവും ഭാവവും മാറും. കലോത്സവ വേദിയിൽ 15 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ഞങ്ങൾ സംഭവം ചെയ്യുന്നത് മലപ്പുലയൻ ആദിവാസികൾ ചെയ്യുന്ന ഒരു കല്യാണങ്ങളിലും അവരുടെ ആഘോഷങ്ങളിലും ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു നൃത്തരൂപമാണ്. 15 മിനിറ്റാണ് ടൈം. നമ്മളെ കൊണ്ട് 10 മിനിറ്റ് കൂടുതലായിട്ട് 15 മിനിറ്റ് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ 10 മിനിറ്റ് കൂടുതലായിട്ട് ചെയ്യണം. 15 മിനിറ്റിനകത്തുമായിട്ട് നിർത്തണം. ഇത് മറയൂരിൽ, നമ്മുടെ ഇടുക്കി മറയൂരിലുള്ളവരെ ആദിവാസികൾ അവരുടെ കല്യാണം, തീരേണ്ട കല്യാണം അങ്ങനെ സമയത്ത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു കലയാണ് മലപ്പുലയാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ വർഷമാണ് അത് നമ്മുടെ കലോത്സവത്തിലേക്ക് ആഡ് ആക്കിയത്. അപ്പം അതിൻ്റെ ഇതിൽ കളിച്ച് പഠിച്ച് നമ്മൾ വന്നതാണ്. തിങ്ങി നിറഞ്ഞ സദസ്സിൽ അംഗപരിമിതരായ വിദ്യാർത്ഥികൾക്കൊപ്പം മന്ത്രി വി ശിവൻകുട്ടിയും കാണിയായി ഉണ്ടായിരുന്നു. കൂടുതൽ ഗോത്രകലകൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയതിൽ കലാസ്വാദകരും ഹാപ്പിയാണ്. 2024 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലപ്പുലയാട്ടത്തെ ഒരു ഇനമായി കൊണ്ടുവരുന്നത്. 2 വർഷം പിന്നിടുമ്പോൾ മലപ്പുലയാട്ടം ജനങ്ങളുടെ പ്രിയപ്പെട്ട ഇനമായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ തെളിവാണ് എനിക്ക് പിന്നിൽ കാണുന്ന ജനസഞ്ചയം. വീഡിയോ ജേർണലിസ്റ്റ് ബിജുവിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, തൃശ്ശൂർ.